മനീഷ്. ഗുഡ് മോർണിംഗ് മനീഷ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷണം നടത്തിയെങ്കിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായത്. ഇപ്പോഴും അവിടെ പോലീസ് ബന്ദോബസ്തിലാണോ? തലസ്ഥാന നഗരം കനത്ത കാവലിലാണോ? എന്താണ് നമുക്ക് ജനങ്ങളോട് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. നിലവിൽ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് DGP പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ രാത്രി 8 മണിക്ക് തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വലിയ പരിശോധന ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ അകത്തും പുറത്തുമാണ് പരിശോധന പ്രധാനമായി ഉണ്ടായിരുന്നത്. ഇപ്പോഴും പരിശോധനയുണ്ട്. കാരണം റെയിൽവേ സ്റ്റേഷന് അകത്തേക്ക് നമുക്ക് വലിയ ബാഗുകളുമായി അല്ലെങ്കിൽ ഭാരിച്ച വസ്തുക്കളുമായി അകത്തേക്ക് കയറാൻ സാധിക്കില്ല. അവിടെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അകത്തും പുറത്തും പരിശോധനയുണ്ട്. പ്രത്യേകിച്ചും പാർക്കിംഗ് ഏരിയകളിലാണ് വലിയ രീതിയിൽ ഇന്നലെ പരിശോധന നടത്തിയത്. കുറെ നാളുകളായി പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾ പോലീസ് അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഒപ്പം തന്നെ ഈ സ്വകാര്യ പാർക്ക്, അതായത് പണം വാങ്ങിയുള്ള പാർക്കിംഗ് ഏരിയകളിൽ അതിന്റെ രജിസ്റ്റർ പരിശോധിച്ച ശേഷം ആ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും അതിന്റെ ഉടമകളുടെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ പോലീസ് ഇന്നലെ രാത്രിയിൽ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ 8 മണിക്ക് തന്നെ ഇത്തരത്തിലുള്ള പരിശോധന തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരുന്നു. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല, ഇതിന് അടുത്തുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡിലടക്കം പരിശോധന തുടങ്ങിയിരുന്നു. വിമാനത്താവളത്തിൽ പക്ഷേ ഇന്നലെ സാധാരണ രീതിയിലുള്ള പരിശോധന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആരാധനാലയങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ വലിയ സുരക്ഷ അല്ലെങ്കിൽ പോലീസിന്റെ കാവലുണ്ടായിരുന്നു. ഇപ്പോഴും ആ രീതിയിലുള്ള പോലീസിന്റെ സുരക്ഷ തുടരുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തിന് സമാനമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ കൂടുന്ന എല്ലായിടത്തും പരിശോധന തുടരാൻ തന്നെയാണ് നിലവിൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP, അതായത് DGP വഴി ADGP വഴി ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു. പ്രധാനമായും അവരെത്തിയത് പാഴ്സൽ ഏരിയ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗം എത്തുന്ന പാഴ്സൽ സ്ഥലങ്ങളിൽ, പാഴ്സൽ കൗണ്ടറിൽ എത്തിയിട്ടുള്ള പാഴ്സലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു. അവിടെ എത്തിയാണ് ഡോഗ് സ്ക്വാഡും ഈ രീതിയിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. പക്ഷേ കാര്യമായി ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നിലവിൽ തിരുവനന്തപുരത്തോ കേരളത്തിലെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്തെങ്കിലും സംശയം ജനിപ്പിക്കുന്ന വസ്തുക്കളോ കാര്യങ്ങളോ അറിയുകയാണെങ്കിൽ പോലീസിനെ 112 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നുള്ള നിർദ്ദേശം DGP തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ വിവരം അങ്ങനെ ഒരു വസ്തു നിലവിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ നിലവിൽ അറിയാൻ സാധിച്ചില്ല. പക്ഷേ ഡൽഹിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാഹനത്തിന്റെ ഉടമ നിലവിൽ ഒളിവിലാണ്. അയാളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അന്വേഷണം രാജ്യത്തെമ്പാടുമുണ്ട്. രാജ്യത്തെ വിമാനത്താവളത്തിലടക്കം അത്തരത്തിലുള്ള അന്വേഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘദൂരങ്ങളിൽ എത്തുന്ന വാഹനങ്ങൾ, ഒപ്പം തന്നെ കേരള കർണാടകയിൽ എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ എത്തുന്ന ആളുകളൊക്കെ തന്നെ നിലവിൽ പോലീസിന് നിരീക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിലടക്കം അത്തരത്തിലുള്ള പരിശോധന ഉണ്ടാകും. നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന അതേ പരിശോധനയും അതേ സുരക്ഷയും ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.